എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടല്ലോ. അപ്പം എല്ലാവർക്കും അമ്മൂസ് ട്രാവലോഗിൻ്റെ പൈതൃക കാഴ്ചകളിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് നമ്മുടെ ഇന്ത്യയിലെ വളരെ മനോഹരമായ വളരെ പേര് കേട്ട ഒരു ക്ഷേത്രത്തിലേക്കാണ്. ഈ വഴിക്ക് ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. ഈ ക്ഷേത്രം കണ്ടപ്പോൾ നിങ്ങൾക്ക് പേര് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾ യാത്ര പുറപ്പെടുന്നത് മദ്രാസിൽ നിന്നാണ്. MGR മെഡിക്കൽ യൂണിവേഴ്സിറ്റിയാണ് ഈ കാണുന്നത്. പുരട്சி തലൈവർ MGR ബസ് ടെർമിനൽ. അതിൻ്റെ അടുത്തുകൂടെ തന്നെ മെട്രോ ഉണ്ട്. ഒക്കെ അപ്പാർട്ട്മെൻറ്റ്സ് ആണ്. ഹോട്ടല് കോട്ടപ്പള്ളി. ഈ വഴിയോര കാഴ്ചകൾ കാണുന്നതിനിടയിൽ കാണാൻ പോകുന്ന ക്ഷേത്രത്തെക്കുറിച്ചുള്ള കഥകളും ഐതിഹ്യങ്ങളും അവ ധാരാളമുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. കേൾക്കാൻ നിങ്ങൾ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്കത് കേട്ടുകൊണ്ട് ഈ കാഴ്ചകൾ കണ്ടുകൊണ്ട് നമ്മുടെ യാത്ര തുടരാം അല്ലേ. മദ്രാസിൻ്റെ ജയിൽ ഭാഗത്ത് കൂടെയാണ് നമ്മൾ പോകുന്നത്. മദ്രാസ് സെൻട്രൽ പ്രസിൻ്റെ മുന്നിൽ കൂടിയാണ് ഇപ്പോൾ വണ്ടി പോകുന്നത്. സാധാരണ എല്ലാ ക്ഷേത്രങ്ങളിലും സൂര്യഗ്രഹണ സമയത്തും ചന്ദ്രഗ്രഹണ സമയത്തും ക്ഷേത്രം അടച്ചിടല്ല ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷമാണ് കുളിച്ച് ശുദ്ധമായി പൂജാവിധികൾ ആരംഭിക്കുക അല്ലേ. എന്നാൽ സൂര്യഗ്രഹണ സമയത്തും ചന്ദ്രഗ്രഹണ സമയത്തും എല്ലാം തുറന്നിരിക്കുന്ന ഒരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിലേക്കാണ് ഇന്ന് നമ്മുടെ യാത്ര. ആ ക്ഷേത്രത്തെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയണ്ടേ, ഞാൻ വഴിയേ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ കാഴ്ചകൾ കാണുക, അതോടുകൂടി ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണേ. ദക്ഷിണ കൈലാസം എന്നും വിളിപ്പേരുള്ള ഈ ക്ഷേത്രം സന്ദർശിച്ചു കഴിഞ്ഞാൽ, അവിടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ശനിദോഷവും സർപ്പദോഷവും ഒന്നും അടുക്കില്ല എന്നാണ് ഭക്തജന വിശ്വാസം. ഈ ക്ഷേത്രത്തിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. ആ ക്ഷേത്രത്തിൻ്റെ പേരാണ് ശ്രീകാളഹസ്തി. പഞ്ചഭൂത ക്ഷേത്രങ്ങളെപ്പറ്റി ഞാൻ ഏകാംബരേശ്വര ക്ഷേത്രത്തിൻ്റെ വീഡിയോയിലും ചിദംബരത്തിനെ കുറിച്ചുള്ള വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പരമശിവനെ പഞ്ചഭൂതത്തിൽ അധിഷ്ഠിതമായ രൂപത്തിൽ ആരാധിക്കുന്ന ഒരു ക്ഷേത്രമാണ് ഈ ശ്രീകാളഹസ്തി ക്ഷേത്രവും. കാളഹസ്തി ക്ഷേത്രത്തിൽ പരമശിവനെ വായു രൂപത്തിലാണ് ആരാധിക്കുന്നത്. ഏകാംബരേശ്വര ക്ഷേത്രം ഭൂമിയെയും, ജംബുകേശ്വര ക്ഷേത്രം ജലത്തെയും, അരുണാചലേശ്വര ക്ഷേത്രം അഗ്നിയെയും, ചിദംബരം ആകാശത്തെയുമാണ് പ്രതിനിധീകരിക്കുന്നത്. ഇതിൽ ചിദംബരത്തും ഏകാംബരേശ്വരത്തും പോയി ദർശനം നടത്തിയ വിശേഷങ്ങൾ ഞാൻ പങ്കുവച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പോകുന്നത് കാളഹസ്തിയിലേക്കാണ്. അതിനുശേഷം മറ്റു 2 ക്ഷേത്രങ്ങളും കാണുവാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നു. ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രമേ പറയാൻ പറ്റൂ. ആന്ധ്രാപ്രദേശിലെ ചിറ്റൂർ ജില്ലയിലെ കാളഹസ്തിയിലെ സ്വർണ്ണമുഖി നദീതീരത്താണ് ശ്രീകാളഹസ്തീശ്വര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. സ്കന്ദപുരാണത്തിലും ശിവപുരാണത്തിലും കാളഹസ്തിയെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. ദക്ഷിണ കൈലാസം എന്ന് പേരുകേട്ട ഈ ക്ഷേത്രത്തിൻ്റെ സമുച്ചയം നദീതീരം മുതൽ കുന്നിൻചെരുവ് വരെ പരന്നു കിടക്കുന്നുണ്ട്. ഈ ക്ഷേത്രത്തിന് ഈ പേര് വന്നതിനും ഒരു ഐതിഹ്യമുണ്ട്. പണ്ട് ശ്രീ എന്ന് വെച്ചാൽ ചിലന്തിയാണത്രേ, കാല സർപ്പം, ഹസ്തി ആന, ഈ 3 ജീവികളും ഇവിടെ ശിവഭഗവാനെ പ്രാർത്ഥിച്ച് തപസ്സിരുന്നു അത്രേ. അവർ ഇവിടെ ഭഗവാനിൽ നിന്നും അനുഗ്രഹം നേടി മോക്ഷം പ്രാപിച്ചതുകൊണ്ടാണ് ക്ഷേത്രത്തിന് ശ്രീകാളഹസ്തി എന്ന പേര് ലഭിച്ചത് എന്നാണ് വിശ്വാസം. പച്ച പിടിച്ച് നിൽക്കുന്ന ഗ്രാമപ്രദേശങ്ങളിലൂടെ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നു. കുറേ നേരത്തിന് ശേഷമാണ് ഒരു അമ്പലം കാണുന്നത്, ജനവാസമുള്ളൊരു സ്ഥലം കാണുന്നത്. ഇത്ര നേരം വഴിയിൽ ആരെയും കണ്ടിരുന്നില്ല. പക്ഷേ വഴി നിറയെ നല്ല പച്ച പിടിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. അത് കാണാൻ നല്ല രസമാണല്ലേ. അപ്പോൾ വീണ്ടും നമ്മൾക്ക് കഥകളിലേക്ക് തിരിച്ചു പോയാലോ. അർജുനൻ ഇവിടെ വന്ന് തപസ് ചെയ്തിട്ടുണ്ടെന്ന് സ്കന്ദപുരാണത്തിൽ പറയുന്നുണ്ട്. 5-ാം നൂറ്റാണ്ടിൽ പല്ലവ രാജാക്കന്മാരാണ് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചതെന്ന് കരുതപ്പെടുന്നു. അതിനുശേഷം 11-ാം നൂറ്റാണ്ടിൽ ചോള രാജാക്കന്മാർ ക്ഷേത്രം പുനർനിർമ്മിച്ചു.
പിന്നീട് 15-ാം നൂറ്റാണ്ടിൽ വിജയനഗര സാമ്രാജ്യത്തിലെ കൃഷ്ണദേവരായരുടെ കാലത്ത് ക്ഷേത്രം കൂടുതൽ വിപുലീകരിക്കപ്പെട്ടു എന്ന് പറയപ്പെടുന്നു. എന്ത് ഭംഗിയുള്ള കാഴ്ചകളാണ് കാണുന്നത്. ദൂരെയായിട്ടൊരു എന്തോ സ്ഥലം കാണുന്നുണ്ട്. നല്ല ഭംഗിയിട്ട് എന്തോ ടൂറിസ്റ്റ് പ്ലേസ് ആണോ അറിയില്ല. ഒരു പഞ്ചാബി ധാബയാണത്. നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള പ്രദേശവും. ഈ ക്ഷേത്രത്തെക്കുറിച്ച് ധാരാളം കഥകളും ഉപകഥകളും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിൽ ആണ് ഭക്തകണ്ണപ്പൻ്റെ കഥ. കാട്ടാളനായ കണ്ണപ്പൻ ഒരിക്കൽ നായാട്ടിന് പോയപ്പോൾ ഒരു ശിവലിംഗം കാണാനിടയായി. സ്വർണ്ണമുഖി നദിയിൽ നിന്നും ജലമെടുത്ത് ഈ ശിവലിംഗത്തെ അഭിഷേകം ചെയ്ത് അവിടെ ഒരു സ്ഥലത്ത് പ്രതിഷ്ഠിച്ചു. എന്നും രാവിലെ കണ്ണപ്പൻ ഈ ശിവലിംഗ പൂജ തുടർന്നു. ഒരിക്കൽ പൂജയ്ക്കെത്തിയ കണ്ണപ്പൻ ശിവലിംഗത്തിൻ്റെ ഒരു കണ്ണിൽ നിന്നും രക്തം വരുന്നത് കണ്ട് തൻ്റെ ഒരു കണ്ണ് ചൂഴ്ന്നെടുത്ത് ശിവലിംഗത്തിൻ്റെ കണ്ണിൻ്റെ സ്ഥാനത്ത് വെച്ചു. അപ്പോഴതാ രണ്ടാമത്തെ കണ്ണിൽ നിന്നും രക്തം വരുന്നു. ഇത് കണ്ട് കണ്ണപ്പൻ തൻ്റെ രണ്ടാമത്തെ കണ്ണും ചൂഴ്ന്നെടുക്കാൻ തുടങ്ങി. അപ്പോൾ പരമശിവൻ പ്രത്യക്ഷപ്പെടുകയും ദർശനം നൽകി മോക്ഷം നൽകിയുമെന്നാണ് വിശ്വാസം. കുന്നിൻ മുകളിലായി കണ്ണപ്പസ്വാമിക്കുള്ള ക്ഷേത്രവും ഉണ്ടെന്ന് പറയുന്നു. കഥകൾ കേട്ടിരിക്കുന്നതിനിടയിൽ പുറം കാഴ്ചകൾ കാണാൻ മറക്കണ്ട കേട്ടോ. കാണാൻ നല്ല ഭംഗിയുള്ള ഭൂപ്രദേശങ്ങളാണ്. കുറേ ഭാഗങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാമെന്ന് കരുതുന്നു. മുഴുവനും കാണിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് കുറേ ഭാഗങ്ങളൊക്കെ കാണിക്കുകയാണ്. വഴിയോര കാഴ്ചകൾ മനോഹരം. നിറയെ മാവും കൂട്ടാണ്, നിറയെ മാന്തോട്ടങ്ങളാണ്. മാവിൻ തോട്ടങ്ങൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. മിക്ക സ്ഥലത്തും നല്ല പോലെ വൃത്തിയിൽ അണിയിച്ചൊരുക്കി നിർത്തിയ പോലെ നിർത്തിയിട്ടുണ്ട്. മാവുകളൊക്കെ നല്ല വൃത്തിയിൽ സൂക്ഷിക്കുന്ന പുൽത്തകിടികളും. വല്ലപ്പോഴൊക്കെയാണ് നമ്മൾ ആൾസഞ്ചാരം കാണുന്നത്. നെൽപ്പാടങ്ങളാണെന്ന് തോന്നുന്നു കാണുന്നത് മുഴുവൻ. കാളഹസ്തിയിലേക്ക് ഇനി 38 കിലോമീറ്റർ എന്നുള്ള ഒരു ബോർഡ് കണ്ടു. ഇപ്പോഴും ആൾസഞ്ചാരമൊന്നും അധികം കാണാനില്ല. അല്ലാത്ത തിരക്കൊന്നും കാണുന്നില്ല. ഗ്രാമപ്രദേശം പോലെ തന്നെയാണ് എല്ലാം. എവിടേക്കോ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നുണ്ട്. ദൂരെയായിട്ടൊരു പുഴ ഒഴുകുന്നത് കാണുന്നുണ്ട്. ഇതാണോ ഇനി സ്വർണ്ണമുഖി നദി എന്ന് എനിക്കറിയില്ല കേട്ടോ. വണ്ടി ഓടിക്കുന്ന അദ്ദേഹത്തിനും കൂടുതൽ വിവരങ്ങളൊന്നും അറിയില്ല. വെള്ളമില്ലാന്ന് പറഞ്ഞപ്പോൾ വെള്ളം കാണിച്ചത് ചിലപ്പോൾ ഒരു കാലത്ത് നദി ഒഴിക്കുന്ന സ്ഥലമാവും. കൃഷിക്കുണ്ട് ഇവിടെ ധാരാളം. കാളഹസ്തി എന്ന സ്ഥലമുണ്ട്. അതിനെക്കുറിച്ച് വേറെ ഐതിഹ്യം കൂടി കേട്ടു കേട്ടോ. അത് ഇങ്ങനെയാണ്. ആരാണ് ശ്രേഷ്ഠൻ എന്നറിയാൻ വേണ്ടി വായു ഭഗവാനും ആദിശേഷനും തമ്മിൽ വളരെയധികം തർക്കമുണ്ടായിത്രേ. ശ്രേഷ്ഠത തെളിയിക്കാൻ ആദിശേഷൻ കൈലാസ പർവ്വതത്തെ വലം വെച്ചു. അപ്പോൾ വായു ഭഗവാൻ ഒരു ചുഴി സൃഷ്ടിച്ചിട്ട് ആദിശേഷൻ അവിടെ നിന്നും വലിച്ചെടുക്കാൻ നോക്കി. ആ ചുഴലിയുടെ ഫലമായിട്ട് കൈലാസത്തിൽ നിന്നും 8 ഭാഗങ്ങൾ തെറിച്ചു. ട്രിങ്കോമാരി, കാളഹസ്തി, തിരുച്ചിറപ്പള്ളി, തിരുവൻകോയിമലൈ, രജതഗിരി, തീർത്ഥഗിരി, രത്നഗിരി, ശ്വേതഗിരി, തിരുപ്പൻഗിരി എന്നിങ്ങനെ 8 വ്യത്യസ്ത സ്ഥലങ്ങളിലേക്ക് പതിച്ചു എന്നുമാണ് ഐതിഹ്യം. എന്തൊക്കെ കഥകളല്ലേ, കേൾക്കാൻ നല്ല രസം. ഞാൻ വിശ്വസിക്കില്ല. ഇപ്പൊ മുറിച്ചു പോയില്ലേ. അവിടെ നിന്ന് കാണിച്ചു ഡെസ്റ്റിനേഷൻ കഴിഞ്ഞ് ഇനി ഇവിടുന്ന് വണ്ടിയിലാണ് കാണിച്ചതില്. ചെന്നൈ കല്യാണ മണ്ഡപമൊക്കെ കണ്ട്.
നല്ല തരിയും മെയിനായിട്ടുള്ള തരി സദ്യക്കൊക്കെ അങ്ങനെ നമുക്ക് പിന്നെ പെയിൻറ്റിംഗ് ഒക്കെ ചെയ്യാനൊക്കെ പെയിൻറ്റിംഗ് ഒക്കെ തരാൻ വേണ്ടിയിട്ട് തമിഴ്നാട്ടിൽ മറ്റേ തമിഴ്നാട്ടിൽ മറ്റേ ഉഗ്രാമിലേക്ക് ഇംഗ്ലീഷൊന്നുമില്ല. സിദ്ധദാത്രി ടെമ്പിളാണത് വെച്ചിട്ട് അത് സിദ്ധദാത്രി ടെമ്പിൾ. ഞാൻ അപ്പോൾ പറയണ്ടപ്പോൾ നോക്ക് അമ്പലത്തിലാണ് ഇവിടെ അങ്ങനത്തെ മതിന് സിദ്ധദാത്രി ടെമ്പിൾ ഞാൻ വായിച്ചു. അല്ല സിദ്ധദാത്രി ടെമ്പിൾ ഒത്തിരി പേര് കേട്ടോ. സിദ്ധദാത്രി ടെമ്പിൾ മാവിൻ ടോപ്പ് എല്ലാ സ്ഥലത്തും ക്ലീൻ ചെയ്തിട്ടുണ്ട്. നിറയെ മാവാ. മാവിനെന്ന് വെച്ചാൽ മറ്റുള്ള പോലെ കൊല്ലത്തിൽ കഴിഞ്ഞാൽ മാവിനും ഫലമുള്ളൂ. അങ്ങനെ ടേൺഡറായിട്ട് നാട്ടുമാവല്ല, നാടനേ അല്ല. കുറച്ച് നാൾ മുന്നേ തുടങ്ങിയത് അതാണ് അവർ യാത്രയ്ക്കൊക്കെ എടുക്കണ പൈസ. പുലിവേന്ദ്ര എന്നൊരു സ്ഥലപ്പേര് കണ്ടു ഇതിനിടയിൽ. വിജയവാഡയ്ക്കും നെല്ലൂർക്കും പോകുന്ന റോഡാണെന്ന് എഴുതി കണ്ടു. തിരുപ്പതി 76 കിലോമീറ്റർ. കാലാവസ്ഥയില്ല തിരുമണം. കാലാവസ്ഥ ഇതല്ല അങ്ങനത്തെ റോഡ്, മെയിൻ റോഡ്. അവിടെ ഒരു കൃഷ്ണജി കണ്ട് മീനെടുത്തിരുന്നോ? മാവിൻ ടോപ്പ് എല്ലാ സ്ഥലത്തും ക്ലീൻ ചെയ്തിട്ടുണ്ട്. നിറയെ മാവാ.
മാവിനെന്ന് വെച്ചാൽ മറ്റുള്ള പോലെ കൊല്ലത്തിൽ കഴിഞ്ഞാൽ മാവിനും ഫലമുള്ളൂ. അങ്ങനെ ടേൺഡ്രായിട്ടൊന്നും നാട്ടുമാവല്ല. എളുപ്പത്തിൽ ഒന്നാണ്. മലയിൽ എന്തൊരു വെള്ളക്കല്ല് പോലെ കാണുന്നത്. തിമംഗല മലയാ, ഒന്നില്ലാത്തതുകൊണ്ട് രസം. ടെൻ്റ് ഉണ്ട്, കല്ലുകളുണ്ട്, പുറത്തുണ്ട് കല്ല്. ഗേറ്റും വീടൊക്കെ വരുന്നുണ്ട്. പെരുക്ക് നിറയുണ്ട്. പിന്നെ ഇതിനകത്ത് സ്ഥലമെല്ലാം ഉണ്ടാവും, അതാണ് ഉണ്ടാവുന്നത്. പിന്നെ മാറ്റി MGM ഹോസ്പിറ്റൽസാണ് കാണുന്നത്. അതാ ടെമ്പിള് റൈറ്റ്. ആൾക്ക് കൊഞ്ചം നമ്മൾ തരും. ഇംഗ്ലീഷ് സുത്തமாக വരാതെ. കാളഹസ്തി ടെമ്പിൾ. നമുക്ക് നോക്കട്ടെ, ഹോട്ടലുണ്ട് നോക്കണേ. ACR റെസിഡൻസി, സൂര്യ ഹോട്ടൽ എത്തിത്താം. ഇത് വേണ്ട, അത് പ്രകൃതിക്ക് നല്ലതല്ല. അമ്പലത്തിൻ്റെ ദൃശ്യങ്ങൾ ദൂരെ തന്നെ കാണുന്നുണ്ട്. സമയം 1 മണിയോട് അടുക്കുന്നു. നല്ല വിശപ്പുണ്ട്. ഭക്ഷണത്തിന് ശേഷം ക്ഷേത്രദർശനം നടത്താൻ വിചാരിച്ചു. കനിഷ്കാനൊക്കെ കേട്ടിട്ട് നമുക്ക് നോക്കാം. ഇതാണ് ഈ ടെമ്പിള് കേട്ടോ. കാളഹസ്തിയുണ്ട്, അപ്പുറത്ത് കനിഷ്ക ഉണ്ട്. എനിക്കറിയില്ല, വെയിലത്തെടുക്കുന്ന ഫോട്ടോസൊക്കെ എങ്ങനെ ക്ലിയർ ഉണ്ടോയെന്നൊന്നും അറിയില്ല കേട്ടോ. മസാലയാ. നമ്മൾ ക്ഷേത്രം ചുറ്റി വരികയാണ്. മസാല ഉണ്ടല്ലോ ഇവിടെ. ചിരിക്കോട് അങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. കാളഹസ്തി എല്ലാ തിരക്ക് തുടങ്ങി. ഇവിടെ കാണുന്നൊരു അമ്പലമാണ് കേട്ടോ. ഇവിടെ ആൾക്കാരൊക്കെ നോക്കുന്നുണ്ട്. ക്ഷേത്രം ഇങ്ങനെ ചുറ്റി വരികയാണ്. അവിടെ കാണുന്നുണ്ട് MGM. പിന്നെ അല്ലതെ അവിടെ MGM എന്തോ കാണുന്നുണ്ട്, നോക്കൂ. പ്രകാശ് പാർക്ക്. അല്ല, അത് ഹോട്ടലാണെങ്കിലേ റെസിഡൻസി ബാക്കിയുള്ള ഹോട്ടലിരിക്കാന്ന് പറഞ്ഞില്ല. MGM അലങ്കാർ ഹോട്ടലുണ്ടല്ലോ ഇതവിടെ, അലങ്കാർ. അത് എങ്ങനെയുണ്ട്? അത് ഫോക്കസ് കിട്ടാൻ ഇത്തിരി പാടെ എനിക്ക് ഇങ്ങനെ തിരിഞ്ഞിരിക്കാൻ പറ്റില്ല. അത് വെള്ളം അമ്പലത്തിൽ നിന്ന് വേണം. അങ്ങനെ ഞങ്ങൾ ഉച്ചഭക്ഷണം കഴിക്കാനിരിക്കുകയാണ്. നല്ല ടേസ്റ്റുള്ള ഫുഡൊക്കെ ആയിരുന്നു കേട്ടോ, കുറ്റം പറയരുതല്ലോ. ഫുഡൊക്കെ നന്നായിരുന്നു. ഇനി ഞങ്ങൾ അമ്പലത്തിലേക്ക് പോവുകയാണ്. അമ്പലത്തിൻ്റെ പുറം കാഴ്ചകളാണ് ഈ കാണുന്നത് കേട്ടോ.
ഇനി കൂടുതലൊന്നും പറയാനില്ല. ഞങ്ങളെ അനുഗമിച്ചുകൊണ്ട് ഉള്ളിലേക്ക് കിടക്കുക. ഉള്ളിലത്തെ അധികമൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ഇതിലും പരമാവധി കാഴ്ചകൾ ഒരു വീഡിയോ സമ്മതിക്കുന്ന ഭാഗത്ത് കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഈ അമ്പലത്തിനെ പറ്റി ധാരാളം കേട്ടപ്പോഴുണ്ടായിരുന്നെങ്കിലും അതിനേക്കാളൊക്കെ കൂടുതലുള്ളായിരുന്നു ഇവിടെ എത്തിയപ്പോഴുള്ള അനുഭവം. നല്ല തിരക്ക്. അപ്പോൾ ഏതും കാലമൊന്നും നമുക്ക് തൊഴിലിറങ്ങാൻ പറ്റില്ലാന്ന് മനസ്സിലായി. അപ്പോൾ അവിടെ കാശ് കൊടുത്ത് തൊഴിലിപ്പിക്കുന്ന പരിപാടിയുണ്ട്. അത് നമുക്ക് ഇഷ്ടമില്ലെങ്കിലും നമ്മൾ അതിന് നിൽക്കേണ്ടി വന്നു. ഒരാൾക്ക് 300 രൂപ വെച്ച് കൊടുത്താൽ അവർ നേരിട്ട് കൊണ്ടുപോകും. അല്ലെങ്കിൽ 100 രൂപ 200 രൂപയുണ്ട്. 300 രൂപ വെച്ച് കൊടുത്താൽ നേരിട്ട് ഒരാൾ കൂടെ വന്ന് കൊണ്ടുപോകും. അങ്ങനെ ഞങ്ങൾ 1000 രൂപ കൊടുത്ത് ഞങ്ങൾ 3 പേരും കൂടിയിട്ട് അവിടെ കയറി. ഒരാൾ എല്ലാ സ്ഥലത്തും കൊണ്ടുപോയി തൊഴുതു മടങ്ങി. അയാൾ കുറേ ഐതിഹ്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ഒക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ ചില സ്ഥലത്ത് ഓരോ പ്രത്യേക രീതിയിൽ തൊഴണം. അതൊക്കെ അവർ പറഞ്ഞു തന്നു. മഞ്ഞളിൻ്റെയും കർപ്പൂരത്തിൻ്റെയും കുങ്കുമത്തിൻ്റെയും എല്ലായിട്ടുള്ള സമ്മിശ്ര ഗന്ധം പിന്നെ ശിവായ മന്ത്രം. അപ്പോൾ നമ്മുടെ മനസ്സിന് ഇവിടെ ഗോപൂജയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. ക്ഷേത്രത്തിൽ ധാരാളം പശുക്കളും കാളകളെയും കണ്ടു. പിന്നെ സർപ്പവിഗ്രഹങ്ങളും നവഗ്രഹ വിഗ്രഹങ്ങളും ഗണപതിയുടെയും മറ്റു ദേവീദേവന്മാരുടെയും മനോഹരമായ ചിത്രപ്പണികളും എല്ലാം കണ്ട് ഞങ്ങളിങ്ങനെ നടക്കുകയാണ്. വായുവിൻ്റെ രൂപത്തിൽ ശിവനെ ആരാധിക്കുന്ന ക്ഷേത്രമാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞല്ലോ. പടിഞ്ഞാറോട്ടാണ് എൻ്റെ ദർശനം. നടന്നോളൂ, ശിവലിംഗാണെന്നാണ് ആൾ പറഞ്ഞത്. ഈ ശിവലിംഗത്തിൽ പൂജാരി പോലും സ്പർശിക്കാറില്ല. അഭിഷേകവും മറ്റൊക്കെ വേറെ രീതിയിലാണ് നടക്കുക. പിന്നെ തീരെ വായു കിടക്കാത്ത ശ്രീകോവിലിനുള്ളിൽ ഒരു വിളക്കിൻ്റെ നാള ഇങ്ങനെ എപ്പോഴും കൊണ്ടിരിക്കും. ശ്രീ പാർവതിക്ക് പ്രത്യേകം നടയുണ്ട്. പാർവതി ദേവിനെ ഇവിടെ അറിയുന്നത് ജ്ഞാനപ്രസൂനാംബികാദേവി എന്നാണ്. ഞങ്ങൾ ചെന്ന ദിവസം ഒരു പ്രത്യേക ദിവസമായതുകൊണ്ടാണ് അവിടെ തങ്കത്തിൽ തീർത്ത സാരിയാണ് ദേവി അണിഞ്ഞിരുന്നത്. അത് കാണുന്നത് ഒരു വളരെ മനോഹരമായ ഒരു കാഴ്ച തന്നെയായിരുന്നു. ഒരു നല്ല അനുഭവമാണ് അത് നൽകിയത്. പാതാള ഗണപതി, ദക്ഷിണാമൂർത്തി, നടരാജമൂർത്തി, കാശി വിശ്വനാഥൻ, സൂര്യനാരായണൻ, സുബ്രഹ്മണ്യൻ തുടങ്ങിയ ക്ഷേത്രങ്ങളും ഇവിടെ ഉണ്ട്. ഇതിൽ ചിലതൊന്നും ഞങ്ങൾ കണ്ടില്ല. പ്രത്യേകിച്ച് പാതാള ഗണപതി ക്ഷേത്രത്തിലൊന്നും ഞങ്ങൾ പോയില്ല. എനിക്ക് ഇവിടെ വന്നൊരു ദിവസം നിന്ന് 1-2 ദിവസം നടന്നാലേ ഇവിടുത്തെ വിശേഷങ്ങൾ മുഴുവൻ അറിയാൻ കഴിയൂ. അതൊന്നും സാധിക്കാത്ത അവസ്ഥയായതുകൊണ്ട് ഞങ്ങൾ വേഗം ഇറങ്ങി. ഞങ്ങൾക്ക് മദ്രാസിലേക്ക് തിരിച്ചെത്തണമല്ലോ, അതുകൊണ്ട് ഞങ്ങൾ വേഗം ഇറങ്ങി. ഇനി ഒരിക്കൽ എന്തായാലും വന്ന് താമസിച്ച് ഭഗവാനെ ദർശിക്കാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ദമ്പതിമാരും കുടുംബസമേതം നടത്തുന്ന രാഹുകേതു പൂജ, സർപ്പദോഷം അകറ്റാൻ വേണ്ടിയുള്ള രാഹു പൂജ നടത്താൻ ധാരാളം ആളുകൾ അവിടെ കണ്ടു. ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് ശ്രീ കാളഹസ്തി ടെമ്പിളിന് മുമ്പിലാണ്. ദർശനം കഴിഞ്ഞ് പുറത്തിറങ്ങിയതാണ്. ഇനിയും ഇതുപോലെയുള്ള കാഴ്ചകളുമായി നിങ്ങൾക്ക് മുമ്പിലെത്തുന്നവരേക്കും നമസ്കാരം പറയുന്നു. സ്നേഹം നിങ്ങളുടെ അമ്മു നാട്ടിൽ. സുന്ദരി വരുന്നു. അതെ, ഇനി നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം അല്ലേ? ഓക്കെ അല്ലേ? പുറത്തിറങ്ങി നടക്കുമ്പോഴും മനോഹര കാഴ്ചകളുണ്ട്. കണ്ടില്ലേ എന്ത് ഭംഗിയിൽ ഓരോന്നും ഉണ്ടാക്കി വെച്ചേക്കണമെന്ന് അറിയൂ. വളരെ മനോഹരമായ കാഴ്ചകൾ. ഇതെല്ലാം കാണാൻ ഇനിയും ഒരിക്കൽ കൂടി ഞങ്ങൾക്ക് ഇവിടെ എത്താൻ കഴിയണേ എന്ന പ്രാർത്ഥനയോട് കൂടിയാണ് ഞാനിപ്പോൾ ഇവിടുന്ന് ഇറങ്ങുന്നത്. ഈ കാഴ്ചകൾ നിങ്ങൾക്ക് മുമ്പിൽ മുഴുവനും എത്തിച്ചു തരാൻ എനിക്ക് സാധിച്ചിട്ടില്ല എന്നെനിക്കറിയാം. ഇത് ഇനിയും ഈ വഴിക്ക് വരാൻ സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി പതുക്കെ ഞങ്ങളിവിടെ നിന്നും ഇറങ്ങുകയാണ്. അപ്പോൾ തിരിച്ചു പോകുന്ന വഴിയിലുള്ള കാഴ്ചകളും കുറച്ച് കാണിച്ചു തരാം കേട്ടോ.
മലയിൽ നിന്നും തിരിച്ചിറങ്ങുമ്പോഴുള്ള കാഴ്ച അതിലേറെ മനോഹരം. അപ്പോൾ അതും കൂടി നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. എന്താ വെച്ചാൽ മഴമേഘങ്ങളും പച്ച പിടിച്ച ഭൂപ്രകൃതിയും എല്ലാം കൂടിയിട്ട് എന്ത് ഭംഗിയല്ലേ. അപ്പോൾ അത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാതിരിക്കാൻ തോന്നിയില്ല. അതുകൊണ്ടാണ്. അതിനിടയിലതാ അമ്പലത്തിൻ്റെ ഭാഗങ്ങളിങ്ങനെ കാണുമ്പോൾ എന്താ ഭംഗിയെന്നറിയോ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയും മനോഹരമായ കാഴ്ചകളാണ്. ഇനിയും ഒരിക്കൽ കൂടി ഇവിടെ എന്തായാലും വരണമെന്ന് വളരെയധികം മോഹമുണ്ട്. அப்போ அந்த ஒன் வே தான் இருக்கும். எல்லாத்தையும் இந்த மாதிரி வழி தராது. என்ன ഇതെവിടെ ഉണ്ട്? ഞാൻ തരാം. കുറിച്ച് വന്നിട്ട് എനിക്ക് തന്നാൽ മതി. ഞാൻ തരി വീഡിയോ എടുക്കുക. പാലല്ലേ അതിലൊക്കെ അത് ദൂരെ നിന്ന് വെള്ളമില്ലാത്ത പാലൊന്നും ഞാൻ എടുത്തില്ല. ഞാൻ ആ മല കണ്ടിട്ട് നോക്കിയതാ. $200 ഉള്ളൂ. അല്ലാതെ 200 എടുത്താട്ട് 200 എടുത്തു കഴിഞ്ഞാൽ ക്യൂവിൽ നിൽക്കണം. മറ്റേതാണെങ്കിൽ അവർ കൊണ്ടുപോകും. അയാളെ അതിൻ്റെ സമയമൊക്കെ നമ്മുടെ കഴിഞ്ഞത്. നമ്മളിപ്പോൾ അങ്ങനെ പോയല്ലേ. അങ്ങിരുന്ന് റൈറ്റ് തിരുമ്പണം അല്ലേ? അവിടുത്തെ സ്ട്രൈറ്റ് അങ്ങിരുന്ന് പോണാൽ റൈറ്റ് ഇത് മറ്റു റോഡ് ഇതില്ല. ഇതില്ല അങ്ങിരുന്ന് ഇപ്പടിയും പോടാന്ന് നിனைக்கிறேன். தெரியாது. நீங்கள் அது பார்த்து போங்க. 2:10 2 കഴിഞ്ഞു. അത്ര നമ്മൾ പെട്ടെന്ന് ഇറങ്ങി. ഇത്തരം ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കാണുമ്പോൾ ആരായാലും പാടിപ്പോവില്ലേ ഒരു ജന്മം കൂടി തരാൻ. അത്രയ്ക്കും മനോഹരമായ കാഴ്ചകളാണ്. എന്തോ ഒരു ചിത്രകാരൻ വരച്ചു വെച്ച പോലെ ഭംഗിയുള്ള കാഴ്ചകൾ. ഈ മേഘക്കൂട്ടം കാണുമ്പോൾ ഞാനൊരു കാര്യം നോക്കണം കേട്ടോ. അമ്പലത്തിൻ്റെ ഉള്ളിൽ ഒരു പ്രത്യേക പൊസിഷനിൽ നിന്ന് കഴിഞ്ഞാൽ ധ്വജമരത്തിനെ നോക്കുമ്പോൾ നമുക്ക് നല്ല മേഘക്കൂട്ടങ്ങൾ കാണാം. ഒരു പ്രത്യേക കാഴ്ചയാണ്. അതൊരു പ്രത്യേക പൊസിഷനിൽ നിന്നാലേ അത് കാണാൻ പറ്റുള്ളൂ. അത് ഞങ്ങൾക്ക് കാണാൻ ഭാഗ്യം സിദ്ധിച്ചു. നല്ല ഭംഗിയായിരുന്നു കാഴ്ച. മനോഹരമായൊരു കാഴ്ച. വെള്ളി മേഘങ്ങൾ ഇങ്ങനെ കാണുന്നത് നല്ലൊരു ഭംഗിയായിരുന്നു. ഇന്നത്തെ കാഴ്ചകളും വിശേഷങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും കമൻറ്റും ഷെയറൊന്നും ചെയ്യാൻ മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഇതുപോലെയുള്ള കാഴ്ചകളും വിശേഷങ്ങളുമായി ഇനിയും ഞാൻ നിങ്ങൾക്ക് മുമ്പിലെത്തും. അത് കാണാൻ നിങ്ങളും എന്നോടൊപ്പം സഞ്ചരിക്കുമെന്ന പ്രതീക്ഷയോടുകൂടി എല്ലാവരും ആരോഗ്യത്തോടുകൂടി ഇരിക്കുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് സസ്നേഹം വിട പറയുന്നു. നിങ്ങളുടെ അമ്മു പിയങ്കോങ്ങാട്ടിൽ. യാത്രകൾ അവസാനിക്കുന്നില്ല, അത് തുടർന്നുകൊണ്ടേയിരിക്കും. എല്ലാവർക്കും നന്മ നിറഞ്ഞൊരു പുതുവർഷം ആശംസിക്കുന്നു. ഈ വർഷം 2024 കുറേ യാത്രകൾ ചെയ്തു. അതുപോലെ ഈ വർഷവും യാത്രകൾ ചെയ്യാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി എല്ലാവർക്കും പുതുവത്സരാശംസകൾ നേർന്നുകൊണ്ട് സസ്നേഹം നിങ്ങളുടെ അമ്മു പിയങ്കോങ്ങാട്ടിൽ.